ഹായ് മലയാസ്, എല്ലാവർക്കും നെയ്യാർ എക്സ്പ്രസിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെ 2 PSC ബുള്ളറ്റിനുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. നമ്മളിനി അതാണ് പോകാനുള്ളത്. പഠനമൊക്കെ വളരെ നന്നായിട്ട് പോകുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും എന്ത് ചെയ്യാം, ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ആദ്യ ചോദ്യത്തിലോട്ട് പ്രവേശിക്കുന്നു. വെൽക്കം ടു. നമ്മുടെ ആദ്യ ചോദ്യം എന്താ നോക്കിയോ? കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരം പ്രഖ്യാപിച്ചിരിക്കുകയാണ് അല്ലേ? കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരം പ്രഖ്യാപിച്ചിരിക്കുന്നു. നിലവിൽ ആരാണ് കേരള സംഗീത നാടക അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണ് കേരള സംഗീത നാടക അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി. അങ്ങനെ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. നമുക്ക് നോക്കാം. പ്രധാനപ്പെട്ട 3 വ്യക്തികൾക്ക് പുരസ്കാരം ലഭിച്ചിരിക്കുന്നു. അതിൽ നിന്ന് കൂടിയാട്ടം ആചാര്യനായിരിക്കുന്ന വേണുജിക്കും, സംഗീത സംവിധായകനും ഗാനരചയിതുമായ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, നാടക സംവിധായകനും നാടകൃത്തുമായിരിക്കുന്ന ജയപ്രകാശ് കുളൂർ എന്നിവർക്കാണ് കേരള സംഗീത നാടക അക്കാദമിയുടെ 2025 പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. എത്രയാണ് സമ്മാനതുക എന്ന് ചോദിക്കുകയാണെങ്കിൽ 50,000 രൂപയാണ് ഈ പുരസ്കാരങ്ങളുടെ സമ്മാനതുക. എത്രയാണ്? 50,000 രൂപയാണ് പുരസ്കാരങ്ങളുടെ സമ്മാനതുക. അതും കൂടി എന്ത് ചെയ്യുക, ഓർത്ത് വെച്ചോളുക. ഇവിടെ നമുക്ക് ആചാര്യൻ വേണുജി ഏത് കലാരൂപമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ കൂടിയാട്ടമാണ്. ഒന്ന് നോക്കി വെച്ചോളുക. കൂടിയാട്ടമാണ്. പ്രഥമ കാന്തല്ലൂരപ്പൻ പുരസ്കാരമാണ് അല്ലെ? വഴുതക്കാട് ശ്രീ മഹാദേവൻ എന്താ പറയുന്നത് ക്ഷേത്രത്തിൽ നൽകുന്ന ഒരു പുരസ്കാരം കൂടിയാണ്. കാന്തല്ലൂരപ്പൻ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് മാർക്ക് തന്നെയാണ്. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്കാണ് പുരസ്കാരം ലഭിച്ചിരിക്കുന്നു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുരസ്കാരങ്ങളിൽ ഒന്നാണ് ബ്രിട്ടീഷ് അക്കാദമി ഫിലിം അവാർഡ്സിൽ ഒരു മണിപ്പൂരി ചിത്രത്തെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് അല്ലെ? ആ മണിപ്പൂരി ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്ന വ്യക്തിയുടെ പേര് എന്ന് പറയുന്നത് മണിപ്പൂരി ചിത്രമായിരിക്കുന്ന സംവിധാനം ചെയ്ത ലക്ഷ്മിപ്രിയ ദേവി സംവിധാനം ചെയ്ത ബൂം എന്ന് പറഞ്ഞ ഒരു ചിത്രമാണ്. നോക്കൂ, ബാഫ്റ്റ അല്ലെങ്കിൽ ബ്രിട്ടീഷ് അക്കാദമി ഫിലിം അവാർഡ്സിൽ ബെസ്റ്റ് ചിൽഡ്രൻസ് ആൻഡ് ഫാമിലി ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രം ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ ബൂങ് ആണ്. നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ചിത്രം ബൂങ് ആണ്. സംവിധാനം ചെയ്തിരിക്കുന്ന വ്യക്തി ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ലക്ഷ്മിപ്രിയ ദേവിയാണ് സംവിധാനം ചെയ്തത്. മണിപ്പൂരി ചിത്രമാണ്. അച്ഛൻ നഷ്ടമായ ഒരു കുഞ്ഞ് അച്ഛനെ അന്വേഷിച്ചിറങ്ങുന്ന ഒരു ചിത്രം കൂടിയാണ് ഈ ചിത്രം എന്ന് പറയുന്ന ഒരു സിനിമ. കണ്ടിരിക്കേണ്ട ചിത്രമാണ്. അമേസിംഗ് ആണ് ബ്രദർ, അമേസിംഗ്. നോക്കൂ, അടുത്തൊരു പുരസ്കാരം. സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള ഇന്ത്യയുടെ ഭാഷാ കേസരി പുരസ്കാരം കവിയും ഗാനരചയിതുമായിരിക്കുന്ന ശ്രീകുമാരൻ തമ്പിക്ക് ലഭിച്ചു. സാഹിത്യ പുരസ്കാരമാണ്. ഇന്ത്യയുടെ ഭാഷാ കേസരി പുരസ്കാരമാണ്. ശ്രീകുമാരൻ തമ്പിക്ക് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് തന്നിരിക്കുന്നത്. ലഭിച്ച വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ആരാണ്? ശ്രീകുമാരൻ തമ്പിയാണ്. അതേ പുരസ്കാരത്തിന്റെ അതുമായി ബന്ധപ്പെട്ട മികച്ച കൃതിക്കുള്ള ഇന്ത്യയുടെ പ്രഥമ എഴുത്തമ്മ പുരസ്കാരം. എഴുത്തമ്മ പുരസ്കാരം ഇന്ത്യയുടെ പുരസ്കാരങ്ങളുടെ പ്രത്യേകത ഏകദേശം ഒരു 20-25 ലക്ഷം അടുപ്പിച്ച് സമ്മാനതുക വരുന്ന പുരസ്കാരങ്ങളാണ്. കുറേ പുരസ്കാരം അതുമായി റിലേറ്റ് ചെയ്തിട്ടുണ്ട്. ആ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ഗാനരചയിതായിരിക്കുന്ന MD രാജേന്ദ്രനാണ്. MD രാജേന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തി 2014 സംഗീത നാടക അക്കാദമി പുരസ്കാരം ലഭിച്ചൊരു വ്യക്തിയും കൂടിയാണ് MD രാജേന്ദ്രൻ. അദ്ദേഹത്തിനും ലഭിച്ചിരിക്കുന്നു. സംസ്ഥാന റവന്യൂ പുരസ്കാരങ്ങളാണ്. സംസ്ഥാന റവന്യൂ പുരസ്കാരങ്ങളിൽ മികച്ച ജില്ലാ കളക്ടറായി തൃശ്ശൂർ ജില്ലയിലെ അർജുൻ പാണ്ഡ്യനെയും, മികച്ച ജില്ലാ കളക്ടർക്ക് ആരെ തിരഞ്ഞെടുത്തു എന്ന് ചോദിക്കുകയാണെങ്കിൽ തൃശ്ശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ മികച്ച ജില്ലാ കളക്ടറും, മികച്ച കളക്ടറേറ്റ് ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ തിരുവനന്തപുരം ജില്ലാ കളക്ടറേറ്റ് മികച്ച കളക്ടറേറ്റുള്ള റവന്യൂ പുരസ്കാരങ്ങൾ. അപ്പോൾ ഈ പ്രാവശ്യത്തെ റവന്യൂ പുരസ്കാരത്തിൽ മികച്ച കളക്ടറേറ്റ് എന്ന് ചോദിക്കുകയാണെങ്കിൽ തിരുവനന്തപുരം. ആരാണ് മികച്ച ജില്ലാ കളക്ടറായി തിരഞ്ഞെടുത്തു എന്ന് ചോദിക്കുകയാണെങ്കിൽ അർജുൻ പാണ്ഡ്യനാണ്. അർജുൻ പാണ്ഡ്യൻ എവിടത്തെ എന്ന് ചോദിക്കുകയാണെങ്കിൽ തൃശ്ശൂർ ജില്ലയിലാണ്. തൃശ്ശൂർ ജില്ലയിലെ കളക്ടറായിരുന്നു അർജുൻ പാണ്ഡ്യൻ എന്ന് പറയുന്ന വ്യക്തി. അടുത്ത സ്ലൈഡിലൂടെ നമുക്ക് പ്രവേശിക്കാം. നമ്മൾ മുന്നേ ഇതൊരു ചർച്ച ചെയ്തതാണ്. സോ ഇന്ത്യ ഇമ്പാക്ട് ഉച്ചകോടി നടന്നിരിക്കുന്നു. 2026 AI ഇന്ത്യ ഇമ്പാക്ട് ഉച്ചകോടി ഫെബ്രുവരി 16 മുതൽ 20 വരെയായിരുന്നു. വേദി എവിടെയെന്ന് അറിഞ്ഞിരിക്കുക. വേദി എവിടെയാണ്? ന്യൂഡൽഹിയാണ്. വേദി വന്നിരിക്കുന്നത് എവിടെയാണ്? ന്യൂഡൽഹിയാണ്. അടുത്തൊരു സ്ലൈഡ് നോക്കി. പ്രാദേശിക സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനായി ആർട്ടിക് സെൻട്രി എന്ന പേരിൽ പുതിയ ആർട്ടിക് ദൗത്യം ആരംഭിച്ച് നാറ്റോ അല്ലെ? റഷ്യ, ചൈന എന്നിവരുടെ പ്രധാനപ്പെട്ട എന്ത് പറയുന്നു ആർട്ടിക്കിലേറ്റുള്ള അവരുടെ കടന്നുകയറ്റത്തിനെ പ്രതിരോധിക്കുവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? നാറ്റോ സഖ്യം ഒരു പുതിയ ദൗത്യം ആർട്ടിക്കിൽ ഏറ്റെടുത്തിരിക്കുന്നു. സോ അതിൻ്റെ പേരാണ് എന്താണ്? ആർട്ടിക് സെൻട്രി എന്നാണ് നൽകിയിരിക്കുന്നത്. ആർട്ടിക് സെൻട്രിയാണ്. ഒരു ചോദ്യം നോക്കിയോ. സ്വരാജ് ട്രോഫി പുരസ്കാരങ്ങളാണ്. തദ്ദേശീയ സ്വയംഭരണ വകുപ്പ് നൽകുന്ന ഒരു പുരസ്കാരം കൂടിയാണ് സ്വരാജ് ട്രോഫി പുരസ്കാരം അല്ലേ? നമുക്കറിയാം, നിലവിൽ തദ്ദേശീയ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിരിക്കുന്ന വ്യക്തി MB രാജേഷാണ്. സ്വരാജ് ട്രോഫി പുരസ്കാരങ്ങൾ ആർക്കൊക്കെ, ഏതൊക്കെ, എന്തിനൊക്കെ ലഭിച്ചു എന്നുള്ള പ്രധാനപ്പെട്ട പുരസ്കാരങ്ങളാണ്.
നോക്കൂ, കോർപ്പറേഷൻ അല്ലേ, നമുക്കറിയാം എത്ര കോർപ്പറേഷൻ ഉണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ കേരളത്തിൽ 6 കോർപ്പറേഷൻ ഉണ്ട്. എത്ര ജില്ലാ പഞ്ചായത്ത് എന്നുണ്ട് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് 14 ജില്ലാ പഞ്ചായത്തുണ്ട്. ഇനി എത്ര ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് ചോദിക്കുകയാണെങ്കിൽ 152 ബ്ലോക്ക് പഞ്ചായത്തും 941 നമുക്ക് എന്തുണ്ട്, ഗ്രാമപഞ്ചായത്തുണ്ട്. മുനിസിപ്പാലിറ്റി എത്രയെന്ന് ചോദിക്കുകയാണെങ്കിൽ 87 മുനിസിപ്പാലിറ്റി ഉണ്ട് എന്നുള്ളതാണ് എൻ്റെയും വിശ്വാസം. 87 മുനിസിപ്പാലിറ്റി ഉണ്ട് അല്ലെ, മുനിസിപ്പാലിറ്റി 87 അതിൽ മികച്ച കോർപ്പറേഷനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന കോർപ്പറേഷൻ ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ തിരുവനന്തപുരം ജില്ലയാണ് മികച്ച കോർപ്പറേഷനായിട്ട് വന്നിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയാണ് മികച്ച കോർപ്പറേഷൻ, തിരുവനന്തപുരം ജില്ല. നോക്കുകയാണെങ്കിൽ ഇപ്പം അങ്ങനെ ഓർത്തിരിക്കാൻ മികച്ച കോർപ്പറേഷൻ എന്ന് പറയാനായിട്ട് എന്താ, നമ്പർ 1 കോർപ്പറേഷൻ 1 കേരളം, തിരുവനന്തപുരം 1, KL 01 തിരുവനന്തപുരം 1 കെ. ജില്ലാ പഞ്ചായത്ത് ചോദിക്കുകയാണെങ്കിൽ അല്ലെ 14 ജില്ലാ പഞ്ചായത്ത് ഉണ്ട്. ജില്ലാ പഞ്ചായത്ത് തൊട്ടപ്പുറത്ത്. അപ്പൊ കോർപ്പറേഷൻ തിരുവനന്തപുരം, ജില്ലാ പഞ്ചായത്ത് ചോദിക്കുകയാണെങ്കിൽ കൊല്ലമാണ്, കൊല്ലം. അത് കഴിഞ്ഞു. ഇനി ബ്ലോക്ക് പഞ്ചായത്താണെങ്കിൽ നേമം ബ്ലോക്ക് പഞ്ചായത്താണ് അല്ലെ, നേമം ബ്ലോക്ക് പഞ്ചായത്ത് അല്ലെ. സമയത്തിനും നേരത്തിനും ഇറങ്ങിയില്ലെങ്കിൽ ബ്ലോക്ക് കിട്ടുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നേരം എന്നുള്ളത് നേമം എന്ന് നോക്കി വെച്ചാൽ മതി. അല്ലെങ്കിൽ സമയത്തിനും നേരത്തിനും ഇറങ്ങിയില്ലെങ്കിൽ നമുക്ക് ബ്ലോക്ക് കിട്ടും. നേമ പഞ്ചായത്താണ് ബ്ലോക്ക് പഞ്ചായത്ത് അല്ലെ. നോക്കൂ, മികച്ച ഗ്രാമപഞ്ചായത്തായി തിരുവനന്തപുരം ജില്ലയിലെ ഉഴമലയ്ക്കൽ അല്ലെ. ഗ്രാമങ്ങളിലാണ് മലകളൊക്കെ കൂടുതലുണ്ട് അല്ലെ. ഗ്രാമങ്ങളിൽ നെൽകൃഷിയുണ്ട്, നമ്മൾ ഉഴുതു മറിക്കുന്നു. മാച്ചിരം കേട്ടോ, ഒന്ന് നോക്കി വെച്ചിരുന്നോ. ഗ്രാമപഞ്ചായത്ത് ഉഴമലയ്ക്കൽ തിരുവനന്തപുരമാണ്. മികച്ച മുനിസിപ്പാലിറ്റി ഗുരുവായൂർ, അത് സിമ്പിളായിട്ട് കിട്ടും. മികച്ച മുനിസിപ്പാലിറ്റി ഗുരുവായൂർ അല്ലെ. മുനി ഗുരു അല്ലെ, ഗുരു മുനി, മുനി ഗുരുവാണ്. മുനിസിപ്പാലിറ്റി ഗുരുവായൂർ. കോർപ്പറേഷൻ ചോദിക്കുകയാണെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷനാണ്. ജില്ലാ പഞ്ചായത്ത് ചോദിക്കുകയാണെങ്കിൽ കൊല്ലമാണ്. ബ്ലോക്ക് പഞ്ചായത്ത് നേമമാണ്. ഗ്രാമപഞ്ചായത്ത് ഉഴമലയ്ക്കൽ. മുനിസിപ്പാലിറ്റി ഗുരുവായൂരാണ്. നാട്ടിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ചൂടാണെന്നും ഞാൻ പ്രതീക്ഷിച്ചു കൊള്ളുന്നു. അടുത്ത ചോദ്യം. ലോകമത പാർലമെന്റ് റഷ്യൻ തലസ്ഥാനമായിരിക്കുന്ന മോസ്കോയിൽ നടന്നു. 2026 ലോകമത പാർലമെന്റ് എവിടെ നടന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ റഷ്യയുടെ തലസ്ഥാനമായിരിക്കുന്ന എവിടെ നടന്നു, മോസ്കോയിൽ നടന്നു എന്നുള്ളതായിരുന്നു. ഇത് അടുത്ത ചോദ്യം. സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് ഹെക്ടർ തരിശുഭൂമി കാർഷിക സമൃദ്ധിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ലക്ഷ്യമിട്ട് തുടക്കം കുറിച്ച നൂതന പദ്ധതിയാണ് നവോത്ഥാൻ പദ്ധതി എന്ന് പറയുന്നു. കേരള സർക്കാർ നവോത്ഥാൻ പദ്ധതി എന്ന് പറയുന്ന പദ്ധതിയിൽ ലോക ബാങ്കുമായി സഹകരിച്ചിട്ട് 4700 ഏക്കറാണ്. 4700 ഏക്കർ ഈ പദ്ധതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ നവോത്ഥാൻ പദ്ധതിയിൽ. പദ്ധതി എന്ന് ഓർത്ത് വെച്ചിരുന്നു, നവോത്ഥാൻ. അടുത്ത പദ്ധതി സ്വകാര്യ മേഖലയിലെ തൊഴിലാളികൾക്കായി കേരള സർക്കാർ ആരംഭിച്ച ആശ്രിത ധനസഹായ പദ്ധതിയാണ് രക്ഷാകവചം പദ്ധതി എന്ന് പറയുന്നത്. പദ്ധതിയിൽ 5 ലക്ഷം രൂപയാണ് ഇതിൽ വരുന്നത്. 5 ലക്ഷമാണ് കേട്ടോ, 5 ലക്ഷം രൂപയാണ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് വരുന്നു. അപ്പൊ സ്വകാര്യ മേഖലയിലെ തൊഴിലാളികൾക്കായി കേരള സർക്കാർ ആരംഭിച്ച ആശ്രിത സഹായധന പദ്ധതിയുടെ പേര് ചോദിക്കുകയാണെങ്കിൽ ഇതാണ്, രക്ഷാകവചം പദ്ധതിയാണ്. നോക്കി വെച്ചോളുക. ബീഹാർ സമ്പൂർണ്ണ നക്സൽ വിമുക്ത സംസ്ഥാനമായിട്ട് 2026 പ്രഖ്യാപിച്ചു എന്നുള്ളതായിരുന്നു അല്ലെ. 2026 എനിക്ക് തോന്നുന്നു ഫെബ്രുവരിയിൽ എന്ത് ചെയ്യുന്നു, ബീഹാറിനെ സമ്പൂർണ്ണ നക്സൽ വിമുക്ത സംസ്ഥാനമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. അടുത്ത നോക്കിയോ, MLA-മാരുടെ ഹാജർ രേഖപ്പെടുത്തുന്നതിനായി ആന്ധ്രാപ്രദേശ് ഒരു പദ്ധതി കൊണ്ടുവന്നിരിക്കുന്നു. MLA-മാരുടെ ഹാജർ രേഖപ്പെടുത്തുന്നതിനായി AI അധിഷ്ഠിത മുഖം തിരിച്ചറിയൽ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നിയമസഭ ഏത് എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ആന്ധ്രാപ്രദേശിലെ നിയമസഭയാണ്. ആന്ധ്രാപ്രദേശിലെ നിയമസഭ പദ്ധതി കൊണ്ടുവന്നിരിക്കുന്നു. മികച്ച അടിസ്ഥാന സൗകര്യ വികസനത്തിലുള്ള കേരളത്തിലെ ആദ്യ സമഗ്ര അന്തർദേശീയ വിദ്യാലയമായി മാറിയ മുണ്ടേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കണ്ണൂർ. നമ്മൾ മുന്നേ ചർച്ച ചെയ്തതാണ്. ഇത് നമ്മൾ മുന്നേ ചർച്ച ചെയ്ത ഒരു കാര്യം കൂടിയാണ്. നമുക്കിങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് റിവിഷൻസ് ആയിട്ട് ഇങ്ങനെ വരും. അറിയാം, നമ്മൾ 1-2 കാര്യങ്ങളൊക്കെ ഇത്തിരി ബാക്കിലാണ്. നമുക്ക് എന്തായിരുന്നാലും ഇനി അത് സെറ്റ് ചെയ്ത് നമുക്ക് പോകാം. നോ ടെൻഷൻ. ഓക്കെ, പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഇപ്രാവശ്യം നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണേണ്ട ഒരു ചോദ്യം കൂടിയാണ്. ഓക്കെ, ഇതാ നോക്കിയോ. ഇറാനെതിരെ അമേരിക്ക നടത്തുന്ന സൈനിക നടപടി ഏതെന്ന് PSC ചോദിക്കാം. ഇത് ചോദിക്കുന്ന ചോദ്യം അത് ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്ന് പറയുന്നതാണ്. ഇസ്രായേൽ എന്ത് ചെയ്യുന്നു, അമേരിക്ക ഇസ്രായേൽ എല്ലാം ഇറാനെതിരെ ഇപ്പോഴും യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അങ്ങനെ അമേരിക്ക അല്ലെ ഇറാനെതിരെ നടത്തുന്ന സൈനിക നടപടി ഏതെന്ന് ചോദിച്ചാൽ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറിയും. ഇനി അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി ഇറാനെതിരെ നടത്തുന്ന സൈനിക നടപടി ഏതെന്ന് ചോദിക്കും. അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി ഇറാനെതിരെ നടത്തുന്ന നടപടി ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഓപ്പറേഷൻ സിംഹഗർജനം അല്ലെങ്കിൽ ഓപ്പറേഷൻ ലയൺ റോർ എന്നാണ് അതിൻ്റെ പേര്. ഗർജനം, ലയൺ റോർ എന്നാണ് അതിൻ്റെ പേര്. ഇത് നമുക്ക് ആവശ്യമാണ്.
ഇനി ഇസ്രായേലിലും ഗൾഫ് രാജ്യങ്ങൾക്കുമെതിരെ ഇറാന്റെ സൈനിക നടപടി. തിരിച്ചാക്രമിക്കണമല്ലോ, ഇങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ടും കൊടുക്കുമല്ലോ അല്ലേ. അതാരായിരുന്നാലും ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ ഇവിടെ തന്നപ്പോൾ നമ്മൾ അങ്ങോട്ട് പൂരം പോലെ കൊടുത്തതുപോലെയാണ്. ഓക്കെ, ഇസ്രായേലും ഗൾഫ് രാജ്യങ്ങൾക്കുമെതിരെയുള്ള ഇറാന്റെ സൈനിക നടപടി ഏതെന്ന് ചോദിച്ചാൽ ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 4 എന്നാണ്. കാര്യം 2023 ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 3 ചെയ്തായിരുന്നു. ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ച ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 3 എന്നായിരുന്നു. ഇത് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 4 എന്നുള്ളൊരു പേര് വന്നിരിക്കുന്നു. ഇത് നോക്കി വെച്ചുകൊള്ളുക. ഇനി ഗൾഫിനെ ഇന്ത്യൻ മഹാസമുദ്രവുമായി ബന്ധിപ്പിക്കുന്ന ഒമാൻ, UAE, ഇറാൻ എന്നീ രാജ്യങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നതുമായുള്ള കടലിടുക്കാണ് ഹോർമിസ് കടലിടുക്ക്. ആരടച്ചു? ഇറാൻ 2026 ഫെബ്രുവരിയിൽ പ്രഖ്യാപനമൊക്കെ ഉണ്ടായിരുന്നു. ഇറാൻ അടച്ചു എന്നുള്ളതായിരുന്നു. ഹോർമിസ് കടലിടുക്ക് അടച്ചു എന്നുള്ളതായിരുന്നു. അതുവഴിയായിരുന്നു നമുക്ക് ഗ്യാസ് പാചകവാതങ്ങളും ഒപ്പം നമുക്ക് പെട്രോളൊക്കെ വരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഹോർമുസ് കടലിലേക്ക് നിങ്ങൾ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട് PSC നമ്മളോട് ഇതിനകത്ത് ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. തീർച്ചയായിട്ടും നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യം കൂടിയാണ് ഈ ഹോർമുസ് കടലിലേക്ക്. അതൊക്കെ ഒന്ന് നോക്കി വെച്ചുകൊള്ളുക. ഓക്കെ, പ്രധാനപ്പെട്ട 1-2 നിയമനങ്ങളാണ്. നമുക്കിതിൽ പ്രധാനപ്പെട്ട ഒരു നിയമനം എന്ന് പറയുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആര് എന്നുള്ളതാണ്. അത് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ നോക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരെന്ന് ചോദിക്കണമെങ്കിൽ KG സനൽകുമാർ ആണ്. നമുക്ക് ആരാണ് നിലവിൽ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരെന്ന് ചോദിച്ചാൽ ആരാണ്? KG സനൽകുമാർ ആണ്. നിലവിൽ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി KG സനൽകുമാറിനെ നിയമിച്ചു. കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേടാ? അതൊന്ന് നോക്കി വെച്ചുകൊള്ളുക. ഒന്ന് നോക്കി വെച്ചുകൊള്ളുക. സനൽകുമാർ. അടുത്ത് നോക്കിയോ, ബൾഗേറിയൻ ഇടക്കാല പ്രധാനമന്ത്രിയായിട്ട് ആൻഡ്രി ഗൈറോവ് നിയമിതനായി. ആൻഡ്രി ഗൈറോവ് ഏതു രാജ്യത്തിന്റെ ഇടക്കാല പ്രധാനമന്ത്രി എന്ന് ചോദിക്കുകയാണെങ്കിൽ ഏത് രാജ്യത്തിന്റെയാണ്? ബൾഗേറിയാണ്. അതൊന്ന് നോക്കി വെച്ചോളുക. ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായി ആര് വന്നിരിക്കുന്നു? താരിഖ് റഹ്മാൻ സത്യപ്രതിജ്ഞ ചെയ്തു എന്നുള്ളതായിരുന്നു ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടെ നേതാവായിരിക്കുന്ന താരിഖ് റഹ്മാൻ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി. ഇതും നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചാൽ താരിഖ് റഹ്മാനാണ്. ഇനി ഉദയ് കൊട്ടക് ഗുജറാത്ത് ഇന്റർനാഷണൽ ഫിനാൻസ് ടെക് സിറ്റിയുടെ ചെയർമാനായിട്ട് നിയമിതനായിരിക്കുന്നു ഉദയ് കൊട്ടക്. ഇനി നമ്മുടെ സഞ്ജുവേട്ടൻ, ഇതൊരു ഇമ്പോർട്ടൻ്റാണ്. കേരള സർക്കാരിന്റെ ഓൺലൈൻ ടാക്സി സർവീസാണ് കേരള സവാരി. അവിടെ നമുക്കൊരു പോയിന്റ് കിട്ടിയേ. കേരള സർക്കാരിന്റെ ഓൺലൈൻ ടാക്സി സർവീസാണ് കേരള സവാരി. അതിന്റെ ഗുഡ്വിൽ അംബാസഡറായിട്ട് നിയമിതനായ വ്യക്തി ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ മലയാളികളുടെ സ്വന്തം സഞ്ജു സാംസൺ ഗുഡ്വിൽ അംബാസഡറായിട്ട് നിയമിതനായിരിക്കുന്നു എന്നുള്ളതും അവിടെ ഓർത്ത് വെച്ചോളുക. ഇനി ഇറാന്റെ പരമോന്നത നേതാവായിരിക്കുന്ന ആയത്തുള്ള അലി ഖമേനി 2026 സെപ്റ്റംബർ 28 അദ്ദേഹം അന്തരിച്ചു. പകരം നിയമിതനായിരിക്കുന്ന ഒരു വ്യക്തിയുണ്ട് അല്ലേ, മുജ്തബ ഖാംനെയി ഇറാന്റെ പുതിയ പരമോന്നത നേതാവായിട്ട് എന്ത് ചെയ്തു? തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതും എന്ത് ചെയ്യുമെന്ന് ഓർത്തു വെച്ചോളുക കേട്ടോ. നേരത്തെ 1-2 കുറച്ച് പദ്ധതികളാണ്. അപൂർവ രോഗം ബാധിച്ചവർക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന കേരള സർക്കാരിന്റെ പദ്ധതി ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? കെയർ ആണ്. ഒന്ന് നോക്കി വെച്ചോളാം. അപൂർവ രോഗം ബാധിച്ച് സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന കേരള സർക്കാരിന്റെ പുതിയ പദ്ധതിയുടെ പേരാണ് കെയർ എന്ന് പറയുന്ന പദ്ധതി. ഈ പദ്ധതിക്ക് മുന്നേ ഉള്ളൊരു പദ്ധതിയാണ്. ഇത് തന്നിരിക്കുന്നു. നമുക്ക് ചിലപ്പോൾ പഠിക്കാനായിരിക്കും. ഒന്നുകൂടി ഒന്ന് പഠിച്ചു വെച്ചിരുന്ന അടുത്തേക്ക് വരുന്ന എക്സാമിന് ചോദിച്ചാൽ എഴുതാൻ വേണ്ടിയിട്ടായിരിക്കും. ഓക്കെ, നോക്കിയാൽ അടുത്ത സ്പൈസസ് ബോർഡിന്റെ വൈസ് ചെയർമാനായിട്ട് നിയമിതനായ വ്യക്തി ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ ഷാജി രാഘവൻ ആണ് അല്ലെ. കേരള സ്പൈസസ് ബോർഡിന്റെ ആസ്ഥാനം എവിടെ ചോദിക്കുകയാണെങ്കിൽ കൊച്ചിയാണ് ആസ്ഥാനം അല്ലെ. നിയമിതനായിരിക്കുന്ന വ്യക്തി ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ ഷാജി രാഘവനാണ് നിയമിതനായിരിക്കുന്ന വ്യക്തി. അടുത്തതാ നോക്കൂ, വീണ്ടും നെതർലാൻഡ്സിന്റെ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുത്തു അല്ലെ. നെതർലാൻഡ്സിന്റെ പ്രധാനമന്ത്രിയായിട്ട് തെരഞ്ഞെടുത്ത വ്യക്തി ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ റോബ് ജെറ്റൻ ആണ് നെതർലാൻഡ്സിന്റെ പ്രധാനമന്ത്രി. റോബ് ജെറ്റൻ. വന്നിരിക്കുന്നു നമ്മളോടുള്ള ചോദ്യം. നീതി ആയോഗിന്റെ ഇടക്കാല CEO ആയിട്ട് നിതിൻ ചിബ്ബർ നിയമിതനായി. നീതി ആയോഗ് അല്ലെ, ആസൂത്രണ കമ്മീഷന് പകരം വന്നിരിക്കുന്നതാണ് നീതി ആയോഗ്. 2015 ജാനുവരി 1 നീതി ആയോഗ് വന്നിരിക്കുന്നു. ആ നീതി ആയോഗിന്റെ അടുത്ത നോക്കിക്കോളൂ പിള്ളേരെ, അതിന്റെ CEO ആയിട്ട് നിയമിതനായത് നിധി ചിബർ എന്ന് പറയുന്നത് അല്ലെ. നീതി അവിടെ കിട്ടിക്കൊണ്ടേ. നീതി CEO ആരെന്ന് ചോദിച്ചാലാണ് നിധി ചിബർ ആണ് നിയമിതനായി. 2026 50 വർഷം പൂർത്തിയാക്കി ഇടുക്കി അണക്കെട്ട് അല്ലെ. 1968 ഇടുക്കി അണക്കെട്ടിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും 1976 ഇന്ദിരാഗാന്ധി ഇടുക്കി അണക്കെട്ട് ഉദ്ഘാടനം ചെയ്യുകയും അല്ലെ. 1968 പ്രവർത്തനം തുടങ്ങി 1976 ഇടുക്കി അണക്കെട്ട് എന്ത് ചെയ്തു? ഇന്ദിരാഗാന്ധി ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. 2026 എത്രാം വാർഷികം ആചരിക്കുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ 50-ാം വാർഷികമാണ്. ഇടുക്കി അണക്കെട്ടിന്റെ 50-ാം വാർഷികമാണ്. നമുക്ക് LGS ചോദിക്കാൻ പറ്റിയൊരു ചോദ്യം. 1976 എന്ത് നടന്നിരുന്നാലും
2026 50-ാം വാർഷികം. ആ ബൾബ് അങ്ങ് കത്തിച്ചാൽ മതി. ഓക്കെ, ഇതടുത്ത് നോക്കിക്കോ. ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് അല്ലെങ്കിൽ ഗെയിൽ പദ്ധതി അല്ലെ, ഗെയിൽ പദ്ധതിയാണ്. കൊച്ചി മുതൽ എവിടെ മംഗലാപുരം വരെ നമുക്ക് 2021 ആരംഭിച്ച ഒരു പദ്ധതിയും കൂടിയാണ് ഗെയിൽ പദ്ധതി. ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നു ഇത് ഉദ്ഘാടനം ചെയ്തു. അതിന്റെ ചെയർമാനായിട്ട് മാനേജിംഗ് ഡയറക്ടറായിട്ട് നിയമിതനായ വ്യക്തി ദീപക് ഗുപ്ത ആണ്. ദീപക് ഗുപ്ത ഗ്യാസ് അല്ലെ, ഗ്യാസ് കത്തുമ്പോൾ നമുക്ക് എന്ത് അല്ലെ, കത്തിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ദീപം വരുമെന്ന് ചിന്തിച്ചാൽ മതിയടാ. ഗ്യാസ് ദീപം. ദീപക് ഗുപ്ത. അപ്പൊ ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ലിമിറ്റഡ് ചെയർമാനായിട്ട് നിയമിതനായ വ്യക്തി ആരാണ്? ദീപക് ഗുപ്തയാണ്. ഒന്ന് നോക്കി വെച്ചോളണേ. അടുത്ത ചോദ്യത്തിലൂടെ പ്രവേശിക്കാം. പുതിയ കുറേ ഗവർണർമാർ നിയമിതനായി, അറിഞ്ഞു കാണുമെന്നൊക്കെ പ്രതീക്ഷിക്കുന്നു അല്ലേ. CV ആനന്ദ ബോസ് ആയിരുന്നു വെസ്റ്റ് ബംഗാൾ ഗവർണർ ആയിരുന്നു. പുള്ളി മാറി. ഡോക്ടർ RN രവി വന്നു. വെസ്റ്റ് ബംഗാളിലെ ഗവർണർ ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ ഡോക്ടർ RN രവിയാണ് വെസ്റ്റ് ബംഗാളിലെ ഗവർണർ. RN രവി തമിഴ്നാടിൻ്റെ ഗവർണർ ആയിരുന്നു. അപ്പോൾ തമിഴ്നാട്ടിലെ അധിക ചുമതല ഒരു ഗവർണർക്ക് വന്നു. ഒന്ന് കമൻറ്റ് ചെയ്തേക്കൂ, നിലവിൽ ആ ചുമതല വഹിക്കുന്ന ഗവർണർ നമുക്ക് അറിയാവുന്നൊരു ഗവർണറാണ്. ബീഹാറിൽ ലഫ്റ്റനന്റ് ജനറൽ റിട്ടയർ സെയ്ദ് അദാ ഹസൈന ബീഹാറിൽ വന്നിരിക്കുന്നു. ബീഹാറിൽ മുന്നേ കേരളത്തിന്റെ ഗവർണർ ആയിരിക്കുന്ന ആരിഫ് മുഹമ്മദ് ഖാനായിരുന്നു. പുള്ളി മാറി സെയ്ദ് അദാ ഹസൈന വന്നിരിക്കുന്നു. ശിവപ്രതാപ് ശുക്ല തെലങ്കാനയിൽ ഗവർണറായി ചുമതലയേറ്റു. വിഷ്ണുദേവ് ശർമ്മ മഹാരാഷ്ട്ര ഗവർണറായി ചുമതലയേറ്റു. നന്ദകിഷോർ യാദവ് നാഗാലാൻഡിൽ ചുമതലയേറ്റിരിക്കുന്നു. കവീന്ദർ ഗുപ്ത ഹിമാചൽ പ്രദേശിൽ ചുമതലയേറ്റിരിക്കുന്നു. ലഫ്റ്റനന്റ് ഗവർണർ വിനയ് കുമാർ സക്സേന ലഡാക്കിൽ ചുമതലയേറ്റിരിക്കുന്നു അല്ലെ. തരൺജിത് സന്ധു ഡൽഹി ലഫ്റ്റനന്റ് ഗവർണറായി വന്നിരിക്കുന്നു. മനസ്സിൽ പലരും പറഞ്ഞൊരു കാര്യം പറയട്ടെ, എന്തെങ്കിലും ഒന്ന് കണക്ട് ചെയ്തിരുന്നാൽ സെറ്റാവുമല്ലേ. ഇപ്പം പിടിച്ചു. നോക്കിക്കോ, കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ. വാ, പശ്ചിമ ബംഗാളിലാണ് രവീന്ദ്രനാഥ് ടാഗോർ. പശ്ചിമ ബംഗാൾ രവീന്ദ്രനാഥ് ടാഗോറിനെ അയച്ചു കഴിഞ്ഞാൽ നമുക്ക് പശ്ചിമ ബംഗാൾ കിട്ടും അല്ലേ. ടാഗോർ പശ്ചിമ ബംഗാളാണ്. കിട്ടി. സെയ്ദ് അദാ ഹസൈന ബീഹാറിൽ അദാ ഹസൈന വന്നിരിക്കുന്നു. ബീഹാറിൽ അദാ പുതിയൊരു ഗവർണർ. ഒരു ഗവർണർ വന്നിരിക്കുന്നു. പുതിയ ഗവർണർ. ശിവപ്രതാപ് ശുക്ല തെലങ്കാന അല്ലേ. പ്രതാപം വരുന്ന സമയത്താണ് നമ്മൾ അല്ലേ ആനപ്പുറത്ത് കയറുന്നു അല്ലേ. പ്രതാപം വരുന്ന സമയത്ത് തെലങ്കാന പ്രതാപം അല്ലേ. നമുക്ക് നോക്കൂ, പ്രതാപം വരുന്ന സമയത്ത് നമ്മൾ ആനപ്പുറത്ത് കയറുന്നു. ഇനി ഇത്തിരി കൂടി ചിലർക്ക് അതിലൊക്കെ അറിയാമെങ്കിൽ ശിവന്റെ ഒരു ആനയെന്ന് പറയുന്നത് അല്ലേ, ശിവദേവന്റെ ആനയും ശിവദേവൻ്റെത് ഒരു വാഹനം ആനയെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കേട്ടിട്ടുണ്ട്. അത് വേണ്ട. പ്രതാപം വരുന്ന സമയത്ത് നമ്മൾ എവിടെ കയറുന്നു? ആനയിൽ കയറുന്നു. തെലങ്കാന. ജിഷ്ണുദേവ് വർമ്മ മഹാരാഷ്ട്ര. മഹാവിഷ്ണു എന്ന് ഓർത്തിരുന്നാൽ മതി. വിഷ്ണു എന്നുള്ളത് അവിടെ ജിഷ്ണു ആയിക്കോളും. വിഷ്ണുദേവ് വർമ്മ മഹാരാഷ്ട്ര കിട്ടും. നന്ദകിഷോർ യാദവ് നന്ദയും നാഗയും നന്ദകിഷോർ യാദവ് നന്ദ കിട്ടണേ. കവീന്ദർ ഗുപ്ത. കവികളൊക്കെ പോയിരുന്നത് അല്പസമാധാനത്തിന് വേണ്ടിയിട്ടൊരു കവിതകൾ എന്തെങ്കിലും എഴുതണമെങ്കിൽ അവർ ഹിമാചൽ പ്രദേശിൽ അല്ലെങ്കിൽ ഹിമാലയത്തിൽ ഇരുന്ന് കവിതകൾ എഴുതും. നല്ല മനസ്സമാധാനം, നല്ല കാറ്റ് അല്ലെ. ഹിമാലയത്തിൽ. അപ്പൊ കവീന്ദർ ഗുപ്ത ഹിമാചൽ പ്രദേശിലാണ്. കവീന്ദർ ഗുപ്ത എവിടെയെന്ന് ചോദിച്ചാൽ ഹിമാചൽ പ്രദേശിലാണ്. നോക്കൂ, ലഫ്റ്റനന്റ് ഗവർണർ വിനയ് കുമാർ സക്സേന ലഡാക്കിൽ. ലഡാക്കിൽ നമുക്ക് യാത്ര പോവുകയാണെങ്കിൽ നമ്മളവിടെ സക്സസ് ആയി എന്ന് ചിന്തിക്കുക. ലഡാക്കിലൊക്കെ പോകുന്നു നമ്മൾ. സക്സസ് ആണ്. ലഡാക്കിൽ സക്സസ് ആണ്. ലഡാക്ക് സക്സസ് ആണ്. നമുക്ക് ഗവർണർ സക്സസ് ആണ്. തരൺജിത് സിംഗ് സന്ധു ഡൽഹി ലഫ്റ്റനന്റ് ഗവർണറാണ്. പല സമരങ്ങളും അല്ലേ ഡൽഹിയിൽ തരണം ചെയ്ത പാർട്ടികളാണ് ഇന്ത്യയിലുള്ളത്. തരണം ചെയ്തു. ഡൽഹിയിലല്ലേ സമരം നടക്കുന്നത്. തരൺജിത് സിംഗ് സന്ധു ഡൽഹി. കോഡ് ഓക്കെ ആണെങ്കിൽ ഓക്കെ എന്ന് പറയണേടാ. ക്ലിയർ.
ഒന്നുകൂടി ഒന്ന് റിവേഴ്സ് ചെയ്താണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. ഞാൻ അടുത്ത ചോദ്യത്തിലോട്ട് പ്രവേശിക്കുന്നു. ഇതാ നോക്കിക്കോ, കേരളത്തിൽ നമ്മൾ അറിയപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പാലമല്ലേ 1157 മീറ്റർ നീളമുള്ള കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട പാലത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നു. കേരളത്തിൽ കായലിന് കുറുകെ നിർമ്മിച്ച ഏറ്റവും നീളമുള്ള പാലമാണ് പെരുമ്പളം പാലം അല്ലേ. ആലപ്പുഴയിലെ അല്ലേ പെരുമ്പളം ദ്വീപിനെ കരയുമായി ബന്ധിപ്പിക്കുന്ന അല്ലെങ്കിൽ വേമ്പനാട്ട് കായലിന് കുറുകെയുള്ള കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ പാലമാണ് പെരുമ്പളം പാലം. ഉദ്ഘാടനം 2026 മാർച്ച് മാസം 7-ാം തീയതി. ആര് ഉദ്ഘാടനം ചെയ്തു? പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ഇത് ബന്ധിപ്പിക്കുന്നത് പെരുമ്പളം വടുതല അല്ലെങ്കിൽ അരകുറ്റി എന്ന് പറയുന്ന സ്ഥലത്തെ ബന്ധിപ്പിക്കുന്നു പെരുമ്പളം പാലം. ഈ പാലത്തിന് ഓപ്പോസിറ്റായിട്ട് ഞാൻ ഒരിക്കൽ ഇതിൽ പോയിട്ടുണ്ട്, ബോട്ടിൽ അവരെ നമ്മളെ വണ്ടികളൊക്കെ കയറ്റിയിട്ട് ആദ്യമായിട്ട് ഞാൻ പോകുന്നത് ഇതിന്. അപ്പോൾ ഞാൻ ഈ പാലം കണ്ടിട്ടുണ്ട്, അടിപൊളിയാണ് സ്ഥലം. ഓക്കെ, ബന്ധിപ്പിക്കുന്ന സ്ഥലം ഒന്ന് നോക്കി വെച്ചിരുന്നോ? പെരുമ്പളം വടുതല സ്ഥലങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നു. അരകുറ്റി പാലം എന്ന് അല്ലെങ്കിൽ ചോദിക്കാൻ നമ്മളോട് എത്ര മീറ്റർ എന്ന് ചോദിക്കുകയാണെങ്കിൽ 1157 മീറ്ററാണ്. കായലിന് കുറുകെയുള്ള ഏറ്റവും നീളമേറിയ പാലം കൂടിയാണ്. ഏത് കായലിന് കുറുകെയാണ്? വേമ്പനാട്ട് കായലിന് കുറുകെയാണ്. ബൾബ് അവിടെ കത്തിച്ചോണം, ചോദിക്കാം. സ്റ്റേറ്റ്മെന്റ് തരും, സ്റ്റേറ്റ്മെന്റിലായിരിക്കും ചോദ്യം തരിക, സ്റ്റേറ്റ്മെന്റിലായിരിക്കും നമുക്ക് ചോദ്യം തരിക, സ്റ്റേറ്റ്മെന്റിലായിരിക്കും. മുന്നോട്ട് നമുക്ക് പ്രവേശിക്കാമല്ലോ, മുന്നോട്ട് നമുക്ക് പ്രവേശിക്കാം. എന്താ നോക്കിയോ, നമ്മൾ അടുത്ത ചോദ്യം ഇതാ. കേരളത്തിലെ ഏറ്റവും വലിയ ഇരട്ട തുരങ്കപാതയാണ് കോഴിക്കോട് വയനാട് തുരങ്കപാത അല്ലേ. കോഴിക്കോട് നിന്നും വയനാടൊക്കെ പോകാൻ ഏകദേശം നമ്മൾ താമരശ്ശേരി ചുരം അല്ലെ, താമരശ്ശേരി ചുരം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. താമരശ്ശേരി ചുരം നമ്മൾ കയറി വയനാടൊക്കെ എത്തുമ്പോൾ ഏകദേശം ബ്ലോക്കൊക്കെ വരികയാണെങ്കിൽ ഒരു 6-7 മണിക്കൂറൊക്കെ പെടുന്നൊക്കെ നമ്മൾ വാർത്തയിലൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ. അല്ലെങ്കിൽ ഒരു 2-2.5 മണിക്കൂർ. അതൊക്കെ മാറ്റിയിട്ട് ഇതാ നോക്കിയോ, കോഴിക്കോട് ജില്ലയിലെ അനക്കാംപൊയിൽ തുടങ്ങി വയനാട്ടിലെ കള്ളാടി മേപ്പാടിയിൽ അവസാനിപ്പിക്കുന്ന ഒരു തുരങ്കമാണ് വന്നിരിക്കുന്നത്. ഏകദേശം 8.7 കിലോമീറ്ററാണ് കാണാൻ പറ്റുന്നുള്ളൂ. 8.7 കിലോമീറ്ററാണ്. നിർമ്മാണം കൊങ്കൺ റെയിൽവേക്കാണ് നിർമ്മാണം നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. നിലവിൽ ടെൻഡർ കൊങ്കൺ റെയിൽവേ ആണ്. അപ്പോൾ മേപ്പാടി എന്ന് പറയുന്നു, മേപ്പാടിയോ സോറി ശക്തിമാൻ, ഇവിടെ ആനക്കാംപൊയിൽ തിരുവമ്പാടി അല്ലെ തിരുവമ്പാടിയിൽ നിന്ന് ആരംഭിച്ച് കള്ളാടി മേപ്പാടിയിൽ അവസാനിപ്പിക്കുന്നു എന്നുള്ളതാണ് ഒരു ഇരട്ട തുരങ്കം. അതേപോലെ നമുക്ക് ഗതാഗതവുമായി ബന്ധപ്പെട്ട 1-2 കാര്യങ്ങൾ കൂടിയുണ്ട്. അതിനു മുമ്പ് താ നോക്കിയോ, രാജ്യത്തെ ആദ്യത്തെ പശു മ്യൂസിയം ഉത്തർപ്രദേശിലെ മധുരയിൽ നിലയിൽ വന്നു. ഓക്കെ, പശു മ്യൂസിയമാണ് UP-യിലെ മധുരയിൽ നിലവിൽ വന്നു എന്നുള്ളതാണ്. ഓക്കെ, ഒരു വേദിയാണ്, ജനീവ വേദിയാവുന്നു. 2027 AI ഇമ്പാക്ട് ഉച്ചകോടി സ്വിറ്റ്സർലാൻഡിലെ ജനീവ വേദിയാവും. 26 നമുക്ക് ഇന്ത്യയിൽ നമ്മൾ വേദി നടത്തി എന്നുള്ളതും നോക്കി വെച്ചുകൊടുക്കാം. 2028 ഇമ്പാക്ട് ഉച്ചകോടി UAE-യിൽ എന്ത് ചെയ്യുന്നു? ആതിഥേയം വഹിക്കുന്നു. അതിനുമ്പേ ജോലി കിട്ടിപ്പോയിക്കോളണം. 28 പഠിച്ചിട്ട് എഴുതിയിട്ട് പോകുന്നുള്ള ശബ്ദമൊന്നും വേണ്ട. 27 നോക്കണ്ട, അതിനുമ്പേ ജോലി കിട്ടിപ്പോയിക്കോളണം കേട്ടോ. 27 എവിടെയെന്ന് ചോദിച്ചാൽ സ്വിറ്റ്സർലാൻഡിലെ ജനീവയാണ്. 28 എവിടെയെന്ന് ചോദിക്കുകയാണെങ്കിൽ എവിടെയാണ്? അത് UAE-യിലാണ്. ഇനി നോക്കിക്കോ, 2025 ഗ്ലോബൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വൈബ്രൻസി റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം 3ആണ്. വൈബ്രൻസി റാങ്കിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 3-ാം സ്ഥാനം. ആദ്യ 2 സ്ഥാനങ്ങളുള്ളത്, 1-ാം സ്ഥാനം അമേരിക്ക, 2-ാം സ്ഥാനം ചൈന. ഇന്ത്യയുടെ സ്ഥാനം 3ആണ്. നിസ്സാരമായി കരുതുന്ന ഇന്ത്യയുടെ സ്ഥാനം 3-ാം സ്ഥാനമാണ്. ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ സ്ഥാനം 3-ാം സ്ഥാനമാണ്. പൊതു ഉടമസ്ഥതയിലുള്ള രാജ്യത്തെ ആദ്യത്തെ സൗരോർജ വൈദ്യുത ശേഖരണ പദ്ധതിയാണ് പെരിഞ്ഞനം. പെരിഞ്ഞനം പദ്ധതി ഏത് ജില്ലയായിരിക്കും നമ്മളോട് കൂടുതൽ ചോദിക്കുക? അത് തൃശ്ശൂർ ജില്ലയിലാണ്. ഏത് ജില്ലയിൽ എന്ന് ചോദിച്ചാൽ ഏത് ജില്ലയിലാണ്? തൃശ്ശൂർ ജില്ലയിലാണ്. പെരിഞ്ഞനം പദ്ധതി ഉള്ളത് ഏത് ജില്ലയിലാണ്? തൃശ്ശൂർ ജില്ലയിലാണ്. അതൊന്നും എന്ത് ചെയ്യാം, ഒന്ന് നോക്കി വെച്ചുകൊടുക്കാം. അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കുന്നേ. രാജ്യത്ത് ആദ്യമായി അസമിൽ ബ്രഹ്മപുത്ര നദിക്കിടയിലൂടെ ഇരട്ടക്കുഴൽ റോഡ് റെയിൽ തുരങ്കപാത നിലവിൽ വരുന്നു. റോഡുമുണ്ട്, ഒരു സൈഡ് റെയിലുമുണ്ട്. കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഫോട്ടോ കാണാൻ പറ്റുന്നുണ്ടോ? റെയിൽ, റോഡ്. ഏത് നദിക്കടിയിലൊന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ബ്രഹ്മപുത്ര നദിയിലൂടെയാണ്. ഓക്കെ, സോ 15.79 കിലോമീറ്ററാണ് ഇതിൻ്റെ ദൈർഘ്യം. PSC തന്നിരിക്കുന്നു 15.79 കിലോമീറ്ററാണ്. അത് ഏത് സ്റ്റേറ്റിലെന്ന് കൂടി ഒന്ന് ഓർത്ത് വെച്ചോളുക. അസം. ഓക്കെ, ക്ലിയർ ആണ്, അത് നോക്കി വെച്ചോളാം. 2026 ഫെബ്രുവരി മാസം 22-ാം തീയതി ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തതാണ് ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ മെട്രോ സർവീസായ മീററ്റ് മെട്രോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. മീററ്റ് മെട്രോ അല്ലേ, എന്ന് ഉദ്ഘാടനം ചെയ്തു എന്ന് ചോദിച്ചാൽ 2026 ഫെബ്രുവരി മാസം 22-ാം തീയതിയാണ് ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ പ്രധാനമന്ത്രി. അത് നമ്മൾ നോക്കി വെച്ചോളുക.
ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ നാവികാഭ്യാസമാണ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ നാവികാഭ്യാസം തന്നിരിക്കുന്നു. 72 രാജ്യങ്ങൾ പങ്കെടുത്ത ഒരു പ്രധാനപ്പെട്ട നാവികാഭ്യാസമാണ്. 72 രാജ്യങ്ങൾ പങ്കെടുത്തിരിക്കുന്ന ഒരു നാവികാഭ്യാസമാണ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ നാവികാഭ്യാസ പ്രകടനമായ മിലൻ 2026 ബംഗാൾ ഉൾക്കടലിൽ നടന്നു. മിലൻ 2026 ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്താണ് വേദി വന്നത്. വിശാഖപട്ടണം പേന മാറ്റുന്നു. വിശാഖപട്ടണത്താണ് വേദിയായിരിക്കുന്നത്. വിശാഖപട്ടണത്താണ്. അൺസൈക്കബിൾ ചൂടായതുകൊണ്ടാണ് വിശാഖപട്ടണത്താണ് വേദിയായിരിക്കുന്നു. വിശാഖപട്ടണമാണ് വേദിയാണ്. 72 രാജ്യങ്ങൾ പങ്കെടുത്തു. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ നാവികാഭ്യാസ പ്രകടനമാണ് മിലൻ 2026. അടുത്ത ചോദ്യത്തിലോട്ട് പ്രവേശിക്കുന്നേ. കേരള ആസൂത്രണ ബോർഡ് സംഘടിപ്പിച്ച അന്താരാഷ്ട്ര സമ്മേളനമാണ് മിഷൻ 2031 എന്ന് പറയുന്നത്. 2031 ഫെബ്രുവരി മാസം 15 മുതൽ 17 വരെയായിരുന്നു മിഷൻ പദ്ധതി. മിഷൻ 2031 കേരള ആസൂത്രണ ബോർഡ് സെറ്റ് ചെയ്തതാണ്. രാജസ്ഥാനിലെ പൊഖ്രാനിൽ നടന്ന വ്യോമസേനയുടെ അഭ്യാസ പ്രകടനമാണ് വായു ശക്തി 2026. വായു ശക്തി 2026 രാജസ്ഥാനിലെ പൊഖ്രാനിൽ നടന്ന ആരുടെയാണ്? വ്യോമസേനയുടെ അഭ്യാസമാണ്. അറ്റ്ലാന്റിക് മത്സര വിഭാഗത്തിലോ കറണ്ട് അഫെയറിലോ നമുക്ക് ചോദിക്കാൻ മറ്റൊരു ചോദ്യമാണ്. ഇന്ത്യയുടെ പാവക്കളി പരമ്പരത്തെ ആസ്പദമാക്കി പപ്പറ്റ്സ് ഓഫ് ഇന്ത്യ എന്ന പേരിൽ തപാൽ വകുപ്പ് പുറത്തിറക്കിയ സ്മാരക സ്റ്റാമ്പുകളിൽ ഉൾപ്പെട്ട കേരളത്തിൻ്റെ പാവക്കഥകളി എന്നുള്ളതാണ്. പാവക്കഥകളി നമുക്ക് പ്രധാനപ്പെട്ട പാവക്കഥകളികൾ എന്ന് പറയുന്നത് ഒന്ന് തോൽപ്പാവക്കൂത്ത്, തോൽപ്പാവക്കൂത്ത്. മറ്റൊന്ന് നോക്കുവിദ്യ പാവക്കളി എന്ന് പറഞ്ഞൊരു പാവക്കളിയുണ്ട്. നോക്കുവിദ്യ പാവക്കളിയും തോൽപ്പാവക്കൂത്തും നോക്കുവിദ്യ പാവക്കളിയും അത് രണ്ടും എന്ത് ചെയ്യുക, ഒന്ന് നോക്കി വെച്ചുകൊള്ളുക. അങ്ങനെ കേരളത്തിൻ്റെ പാവക്കളിയൊക്കെ സ്റ്റാമ്പിൽ ഉൾപ്പെടുത്തി എന്നിരിക്കുന്നതാണ്. കേരളത്തിൻ്റെ പാവക്കളിയെല്ലാം സ്റ്റാമ്പിൽ ഉൾപ്പെടുത്തി എന്നുള്ളതാണ്. കേരളത്തിലെ ആദ്യത്തെ ഉഡാൻ യാത്രി കഫേ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിലവിൽ വന്നു. ഉഡാൻ യാത്രി കഫേയുടെ പ്രത്യേകത 10 രൂപയ്ക്ക് 15 രൂപയ്ക്ക് ചായ, 20 രൂപയ്ക്ക് ഇഡ്ഡലി ഒക്കെ യാത്ര ചെയ്യുന്നവർക്കൊക്കെ വളരെ തുച്ഛമായ നിരക്കിലല്ലേ. ചായക്ക് അല്ലെങ്കിൽ 100-150 ആയിരുന്നു. അതൊക്കെ മാറി 10 രൂപയ്ക്കുള്ള ചായ 20 രൂപയ്ക്ക് ലഘുഭക്ഷണങ്ങൾ കിട്ടുന്ന ഒരു പദ്ധതിയും കൂടിയാണ് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. നോക്കിക്കോ, ഭിന്നശേഷിക്കാർക്കും ഓട്ടിസം ബാധിച്ച കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും തൊഴിൽ നൽകാൻ സംസ്ഥാനത്ത് ആരംഭിക്കുന്ന പുതിയ പദ്ധതിയാണ്. അതിൻ്റെ ആദ്യ ഔട്ട്ലെറ്റ് എറണാകുളത്തെ കാക്കനാട് ആരംഭിക്കുന്നു. ഏതാണ് പദ്ധതി എന്ന് ചോദിച്ചാൽ ഏബിൾ പോയിന്റ് പദ്ധതിയാണ്. ക്വസ്റ്റ്യൻ ഞാൻ വായിക്കുന്നേ. ഭിന്നശേഷിക്കാർക്കും ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ രക്ഷിതാക്കൾക്കും തൊഴിൽ നൽകാൻ സംസ്ഥാനത്ത് ആരംഭിക്കുന്ന പദ്ധതിയാണ് ഏബിൾ പോയിന്റ് പദ്ധതി. ഇത് ആദ്യം എവിടെ ആരംഭിച്ചു എന്ന് ചോദിച്ചാൽ എറണാകുളത്തെ കാക്കനാടാണ്. മന്ത്ലി 15,000 രൂപയാണ് അവരതിനകത്ത് തന്നിരിക്കുന്നത്. മന്ത്ലി 15,000 രൂപയാണ് എന്ത് ചെയ്യുന്നത്, ഇവർക്ക് നൽകുന്നൊരു പദ്ധതി. നല്ലൊരു പദ്ധതിയാണ്. ഹൃദയ പദ്ധതി മുന്നേ ഉണ്ടായിരുന്ന ഒരു പദ്ധതിയാണ്. കുട്ടികളുടെ ഹൃദയ ശസ്ത്രക്രിയയുള്ള കേരള സർക്കാർ പദ്ധതി ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? ഹൃദയം പദ്ധതിയാണ്. 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നൽകുന്നൊരു പദ്ധതിയും കൂടിയാണ് ഹൃദയം പദ്ധതി എന്ന് പറയുന്നത്. ഇനി ഇതാ നോക്കിയോ, കേരളത്തിലെ ആദ്യത്തെ റൂറൽ ജില്ലാ ജയിൽ എവിടെ വന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് കോഴിക്കോട് ജില്ലയിലെ വടകരയിൽ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. കോഴിക്കോട് ജില്ലയിലെ വടകരയിൽ കേരളത്തിലെ ആദ്യത്തെ റൂറൽ ജില്ലാ ജയിൽ വന്നിരിക്കുന്നു. അതെവിടെ? ജില്ല കോഴിക്കോട്. കോഴിക്കോട് എവിടെയെന്ന് ചോദിക്കുകയാണെങ്കിൽ എവിടെയാണ്? വടകരയിൽ വന്നു എന്നുള്ളതാണ്. തിരുവനന്തപുരത്ത് കേരളത്തിലെ ആദ്യത്തെ ജീനോം ഡേറ്റാ സെന്റർ എന്ത് ചെയ്യുന്നു, നിലവിൽ വന്നത്. കേരളത്തിലെ ആദ്യത്തെ ജീനോം ഡേറ്റാ സെന്റർ എവിടെ നിലവിൽ വന്നതെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരത്താണ്. 2026 മാർച്ച് മാസം 14-ാം തീയതി എന്ത് ചെയ്തു, നിലവിൽ വന്നു എന്നുള്ളതാണ്. മാർച്ച് മാസം 14-ാം തീയതി നിലവിൽ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. കേരളത്തിലെ തന്നെ ആദ്യത്തെ ജീനോം ഡേറ്റ സെന്റർ ആണ്. എവിടെയെന്ന് ചോദിച്ചാൽ എവിടെയാണ്? അത് തിരുവനന്തപുരം ജില്ലയിലാണ്. തിരുവനന്തപുരം ജില്ലയിൽ എവിടെ വന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ കേരളത്തിലാണ്. കേരളത്തിലെ എവിടെ എന്ന് ചോദിക്കുകയാണെങ്കിൽ തിരുവനന്തപുരം ജില്ലയിലാണ്. എന്ന് വന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ 2026 മാർച്ച് മാസം 14-ാം തീയതിയാണ് വന്നിരിക്കുന്നു. ഒന്ന് നോക്കി വെച്ചോളുക. കേരളത്തിലെ ഒരു മലയാളി ഫോട്ടോഗ്രാഫർ എടുത്തിരിക്കുന്ന ഒരു ഫോട്ടോ നമുക്ക് PSC തന്നതാണ്. വംശനാശം നേരിടുന്ന ധ്രുവക്കുറുക്കനെ അല്ലെങ്കിൽ നീലക്കുറുക്കനെ, ബ്ലൂമോർഫിസിനെ എവിടെ കണ്ടു? ഐസ്ലാൻഡിൽ കണ്ടെത്തിയിരിക്കുന്നു ഒരു മലയാളിയായ ഫോട്ടോഗ്രാഫർ ഹരികുമാർ.
അല്ല, ഐസ്ലാൻഡിൽ ഒരു ധ്രുവ കുറുക്കനെ കണ്ടെത്തിയത് നമ്മുടെ മലയാളിയായിരിക്കുന്ന ഒരു ഫോട്ടോഗ്രാഫർ കണ്ടു. അദ്ദേഹത്തിൻ്റെ ഫോട്ടോ PSC ബുള്ളറ്റിൽ തന്നെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. സ്പോർട്സുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങളാണ്. പക്ഷേ നമ്മളിത് ചർച്ച ചെയ്തതാണ്. നോക്കാം, നമുക്കൊരു ഒന്ന് റിവൈസ് ചെയ്യുന്നതുമായിരിക്കും. 2026 10ാമത് T20 ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം ഇന്ത്യ, അല്ലേ? ഫൈനലിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ന്യൂസിലാൻഡിനെ 96 റൺസിന് പരാജയപ്പെടുത്തിയാണ് നമ്മൾ ചാമ്പ്യന്മാരായി. ഫൈനലിലെ വേദി അഹമ്മദാബാദ്, അല്ലെ, ഗുജറാത്തിലെ അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയം ആയിരുന്നു. നമ്മൾ പഠിച്ചു. T20 ക്രിക്കറ്റ് ഒരു എഡിഷനിൽ ഏറ്റവും കൂടുതൽ സിക്സർ എന്ന സ്വന്തം റെക്കോർഡാക്കിയിരിക്കുന്നു നമ്മുടെ സ്വന്തം മലയാളിയായിരിക്കുന്ന സഞ്ജു സാംസൺ. എത്ര സിക്സാണ്? 24 സിക്സാണ്. 24 സിക്സാണ് സഞ്ജു സാംസൺ സ്വന്തമാക്കിയത്. ഇത് നമ്മൾ നോക്കി. ഫിൻ അലൈൻ്റെ ഒരു റെക്കോർഡാണ്. T20 ക്രിക്കറ്റിലെ ലോകകപ്പിൽ ചരിത്രത്തിൽ വേഗതയേറിയ സെഞ്ചുറി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ ന്യൂസിലാൻഡ് ബാറ്റർ ഫിൻ അലൈൻ. 33 ബോളിൽ നിന്നാണ് അദ്ദേഹം സെഞ്ചുറി നേടിയത്. ദക്ഷിണാഫ്രിക്കെതിരെയായിരുന്നു ഈ സെഞ്ചുറി നേടിയത്. രഞ്ജി ട്രോഫി ക്രിക്കറ്റ്, അല്ലെ, രഞ്ജി ട്രോഫി ക്രിക്കറ്റ് നേടിയിരിക്കുന്നത് ആരാണ്? ഇപ്രാവശ്യം രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ജമ്മു കാശ്മീർ നേടിയിരിക്കുന്നു. കർണാടക ഓപ്പോസിറ്റ് ഫൈനലിൽ ആരെ പരാജയപ്പെടുത്തി? കർണാടകയായിരുന്നു. ഫൈനലിൽ കർണാടകയെതിരെ നേടിയ 1ാം ഇന്നിംഗ്സ് ലീഡിന്റെ ബലത്തിലാണ് ജമ്മു കാശ്മീർ ചരിത്ര നേട്ടം എന്ത് ചെയ്തു, സ്വന്തമാക്കി എന്നുള്ളതായിരുന്നു. കർണാടകയായിരുന്നു വേദിയുമായിരുന്നു, ഫൈനലിന്റെ വേദി കർണാടകയായിരുന്നു. ഓക്കെ, വേണമെങ്കിൽ നമ്മളോട് ചോദിക്കാൻ നല്ലൊരു ചോദ്യമാണ്. കായിക രംഗത്തെ വിഖ്യാത പുരസ്കാരമായ ലോറസിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം, അല്ലെ, നിലവിൽ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ആരെന്ന് നമുക്കറിയാം, ഹർമൻപ്രീത് കൗറാണ്. അല്ലെ, ഇപ്രാവശ്യത്തെ 2026 വേൾഡ് കപ്പ് നമുക്കായിരുന്നു, വനിതാ വേൾഡ് കപ്പ് നമ്മൾ സ്വന്തമാക്കി എന്നുള്ളതായിരുന്നു. ഇനി നോക്കിയ UN ബന്ധപ്പെട്ടതാണ്. സച്ചിൻ ടെണ്ടുൽക്കർ ഐക്യരാഷ്ട്രസഭയുടെ ഗ്ലോബൽ ചാമ്പ്യൻ ഫോർ റോഡ് സേഫ്റ്റിയായി നിയോഗിക്കപ്പെട്ട ഇന്ത്യൻ കായിക താരം ആരെന്ന് ചോദിക്കാം. എങ്ങനെ? ഐക്യരാഷ്ട്രസഭയുടെ ഗ്ലോബൽ ചാമ്പ്യൻ ഫോർ റോഡ് സേഫ്റ്റി അതിൽ നിയോഗിക്കപ്പെട്ട ഇന്ത്യൻ കായിക താരം അല്ലെങ്കിൽ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരെന്ന് ചോദിച്ചാൽ സച്ചിൻ ടെണ്ടുൽക്കർ. നോക്കൂ, ഛത്തീസ്ഗഡാണ് പ്രഥമ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസിന് വേദിയാകുന്നത്. ഛത്തീസ്ഗഡ് എന്നാണ്, അല്ലേ? ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസ് നടന്നിരിക്കുന്നു, വേദി ഛത്തീസ്ഗഡ് ആയിരുന്നു, അല്ലേ? നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട 1-2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാമേ. ഓക്കെ, അത് കഴിഞ്ഞായിരുന്നു. 1ാം സ്ഥാനം കർണാടകയായിരുന്നു ഖേലോ ഇന്ത്യ. ഓക്കെ, 1ാം സ്ഥാനം കർണാടകയായിരുന്നു. ഇതുമായി ഞാൻ ബന്ധപ്പെട്ട 1-2 കാര്യങ്ങൾ അടുത്ത നമുക്ക് ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യും, ഉൾപ്പെടുത്താം. കേരളത്തിൻ്റെ സ്ഥാനങ്ങളൊക്കെ നമുക്ക് ഉൾപ്പെടുത്തി പഠിക്കാം. ഓക്കെ, വീണ്ടും സ്പോർട്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. പ്രഥമ ഏഷ്യൻ ബദിര T20 ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം ഇന്ത്യക്ക്. ഇതും ഇന്ത്യക്കാണ്, അല്ലെ? 3 രാജ്യങ്ങളാണ് ഇവിടെ പങ്കെടുത്തു എന്നുള്ളതായിരുന്നു. ഓക്കെ, ആ 3 രാജ്യങ്ങളിൽ നമ്മൾ ഫൈനലിൽ ശ്രീലങ്കയെ 6 വിക്കറ്റിന് പരാജയപ്പെടുത്തി ജേതാക്കളായിരിക്കുന്നു എന്നുള്ളതായിരുന്നു. ഒപ്പം ഉണ്ടായിരുന്ന മറ്റൊരു രാജ്യം എന്ന് ചോദിച്ചാൽ ഇതാണ്, നേപ്പാളാണ്. ഓക്കെ, നേപ്പാളാണ്. ഇനി ബദിര T20 ലോകകപ്പിന്റെ വേദി എവിടെയെന്ന് ചോദിച്ചാൽ ഇന്ത്യയാണ്. ഇന്ത്യയിൽ എവിടെ നടത്തിയെന്ന് ചോദിക്കുകയാണെങ്കിൽ ഒഡീഷയിലാണ്. ഇന്ത്യയിൽ എവിടെ നടത്തിയെന്ന് ചോദിച്ചാൽ എവിടെയാണ്? ഒഡീഷയാണ് നടന്നിരിക്കുന്നത്, ഒഡീഷയിലാണ്. വനിതകളുടെ റൈസിംഗ് സ്റ്റാർസ് ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യക്ക് കിരീടം. വനിതാ ടീം, അല്ലെ, ഫൈനലിൽ ബംഗ്ലാദേശിനെ 46 റൺസിന് പരാജയപ്പെടുത്തി ഇന്ത്യ എന്ത് ചെയ്യുന്നു, വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. 2026 ഖത്തർ ഓപ്പൺ ടെന്നീസ് പുരുഷ കിരീടം കാർലോസ് അൽക്കാരസ്, സ്പെയിൻകാരനായിരിക്കുന്ന കാർലോസ് അൽക്കാരസിനാണ് 2026 ഖത്തർ ഓപ്പൺ ടെന്നീസ് പുരുഷ കിരീടം. ഡിഗ്രി പ്രിലിംസിനൊക്കെ നമുക്ക് ഈ വക ചോദ്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെച്ചോണം കേട്ടോ. ഡിഗ്രി പ്രിലിംസിന് ഖത്തർ ഓപ്പൺ ടെന്നീസ് പുരുഷ കിരീടം കാർലോസ് അൽക്കാരസിനാണ്. അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച് താരമെന്ന റെക്കോർഡ് സ്വന്തമാക്കി ഇന്ത്യയുടെ ഹർമൻപ്രീത് കൗർ. നിലവിൽ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ കൂടിയാണ് ഹർമൻപ്രീത് കൗർ. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ ക്രിക്കറ്റ് കളിച്ച എന്ന റെക്കോർഡ് ആര് കൊണ്ടുപോയി? ഹർമൻപ്രീത് കൗർ സ്വന്തമാക്കി. പ്രഥമ ഫിഡെ, അല്ലെ, ഫ്രീ സ്റ്റൈൽ ചെസ് ലോക ചാമ്പ്യൻഷിപ്പിൽ നോർവേയുടെ മാഗ്നസ് കാൾസൺ ആണ് കിരീടം. ഫിഡെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെസ് സംഘടനയാണ് ഫിഡെ. സോ അവിടെ ആദ്യത്തെ, അല്ലെ, ഫിഡെ ഫ്രീ സ്റ്റൈൽ ചെസ് ലോക ചാമ്പ്യൻഷിപ്പിൽ ആര് കിരീടം സ്വന്തമാക്കി എന്ന് ചോദിച്ചാൽ ആരാണ്? മാഗ്നസ് കാൾസൺ ആണ്. ഒപ്പം എന്താ നോക്കിക്കോ, അഫ്ഗാൻ കായിക താരമായിരിക്കുന്ന, അല്ലെ, ഒരു വ്യക്തി 700 വിക്കറ്റ് നേടുന്നു. നല്ലൊരു ചോദ്യമാണ്. T20 ക്രിക്കറ്റിൽ 700 വിക്കറ്റ് നേടുന്ന ആദ്യ താരമെന്ന നേട്ടം സ്വന്തമാക്കി അഫ്ഗാനിസ്ഥാൻ ക്യാപ്റ്റൻ റാഷിദ് ഖാൻ, അല്ലെ.
T20 ക്രിക്കറ്റിൽ 700 വിക്കറ്റ് നേടുന്ന ആദ്യ താരമാരെന്ന് ചോദിച്ചാൽ ആരാണ്? റാഷിദ് ഖാനാണ്. ഏത് രാജ്യത്തിന്റെ കായിക താരമാണ്? അഫ്ഗാനിസ്ഥാനാണ്. ഇനി ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട വിയോഗങ്ങളാണ്. ഒന്ന്, നമുക്ക് ആയത്തുള്ള അലി ഖമീനി അല്ലേ, നമ്മുടെ നേരത്തെ നമ്മൾ പറഞ്ഞാണ് 2026 ഫെബ്രുവരി 28 തീയതി ഇറാന്റെ പരമോന്നത നേതാവായിരിക്കുന്ന അദ്ദേഹം എന്ത് ചെയ്തു? അന്തരിച്ചു എന്നുള്ളതായിരുന്നു. മുൻ കേന്ദ്രമന്ത്രി KP ഉണ്ണികൃഷ്ണൻ ഒന്ന് വായിച്ചിട്ടാൽ മതി, അത്രയും ഡെപ്ത് അന്ന് നമ്മളോട് 90% കുറവാണ് ചോദിക്കാൻ. പ്രമുഖ ചരിത്രകാരനും കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല മുൻ വൈസ് ചാൻസലറുമായിരുന്ന ഡോക്ടർ KN പണിക്കർ അന്തരിച്ചിരിക്കുന്നു. വിഖ്യാത പോർച്ചുഗീസ് എഴുത്തുകാരനായിരിക്കുന്ന അന്റോണിയോ ലോബു അന്റ്യൂൺസ് അദ്ദേഹം എന്ത് ചെയ്തിരിക്കുന്നു? അന്തരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അടുത്ത ചോദ്യം, വിഖ്യാത ഡച്ച് സാഹിത്യകാരനായിരിക്കുന്ന സ്വീസ് ന്യൂട്ട്ബോം അന്തരിച്ചിരിക്കുന്നു. പ്രമുഖ ബംഗാളി സാഹിത്യകാരനായിരിക്കുന്ന മണിശങ്കർ മുഖോപാധ്യായ അന്തരിച്ചു. അദ്ദേഹത്തിന്റെ തൂലികാനാമം ശങ്കർ എന്നാണ്. നോക്കൂ, അദ്ദേഹം 2026 ഫെബ്രുവരി 20 തീയതിയാണ് കേട്ടോ. 2026 ഫെബ്രുവരി 20 അദ്ദേഹം അന്തരിക്കുന്നു. നല്ലൊരു ചോദ്യമാണ്, നമുക്ക് ചോദിക്കാം. അടുത്തിടെ അന്തരിച്ച മണിശങ്കർ മുഖോപാധ്യായയുടെ തൂലികാനാമം ചോദിച്ചാൽ ശങ്കർ എന്നാണ്. അതൊന്ന് നോക്കി വെച്ചോളുക. പ്രശസ്ത അമേരിക്കൻ നടനായിരിക്കുന്ന എറിക് ഡെയിൻ അന്തരിച്ചിരിക്കുന്നു. തിരുവനന്തപുരം മുൻ ജില്ലാ കളക്ടർ VV വിജയൻ അന്തരിച്ചിരിച്ചു എന്നുള്ളതായിരുന്നു. ഇതിൽ പ്രധാനപ്പെട്ട വിയോഗങ്ങൾ നമുക്ക് ഈ ബംഗാളി സാഹിത്യകാരൻ ഇതൊന്ന് നോക്കി വെച്ചോളുക. ബംഗാളി സാഹിത്യകാരൻ, പിന്നെ ആയത്തുള്ള അലി ഖമീനി അല്ലേ, അദ്ദേഹം 2026 ഫെബ്രുവരി 28 തീയതി എന്ത് ചെയ്തു? അദ്ദേഹം അന്തരിച്ചു. ഇത് രണ്ടും നമുക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇതുവരെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഒന്ന് ഏകദേശം ഓക്കെയാണെന്ന് പ്രതീക്ഷിച്ചു കൊള്ളുന്നു. നമുക്ക് ആ ബദിര ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഞാനത് ഉടൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇതുവരെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഓക്കെ. സോ ഇതിൻ്റെ PDF കാര്യങ്ങളെല്ലാം നമ്മളെ ടെലഗ്രാം ചാനലായിരിക്കുന്ന NIRCയിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇനി ഉടൻ തന്നെ മറ്റ് ക്ലാസ്സുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഉടൻ തന്നെ നമുക്ക് വരും. നന്നായിട്ട് പഠിക്കുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ടാറ്റാ ടി ടി ടു.